ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദസ്തക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ ജറൂരി ഖുറാക്ക് എന്ന ബാൽ ഏകാംഗിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ശ്രീ ബൽറാം അഗ്രവാൾ ആണ്. ഒരൊറ്റ രംഗം അല്ലെങ്കിൽ ദൃശ്യം മാത്രമുള്ള ലഘുനാടക രൂപത്തിനെയാണ് നമ്മൾ ഏകാംഗി എന്ന് പറയുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ വൺ ആക്ട് പ്ലേ എന്നും മലയാളത്തിൽ ഏകാംഗ നാടകം എന്നും പറയുന്നു. യൂണിറ്റ് തുടങ്ങുന്ന പേജിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാം. ഇക്കായി 3, ഇക്കായി യൂണിറ്റ് 3, 3, ഇക്കായി 3 യൂണിറ്റ് 3. ജറൂരി ഖുറാക്ക്, നമ്മുടെ പാഠത്തിന്റെ പേരാണ് ജറൂരി ഖുറാക്ക്. ജറൂരി ആവശ്യമായ, അത്യാവശ്യമായ, ഖുറാക്ക് ഒരു ഡോസ് അല്ലെങ്കിൽ ഡോസേജ്. ജറൂരി ഖുറാക്ക് അത്യാവശ്യമായ ഒരു ഡോസ് അല്ലെങ്കിൽ ഡോസേജ്. ഖുറാക്ക് അല്ലെങ്കിൽ ഒരു ഡോസ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പാഠം എന്ന രീതിയിലാണ്. ഇത് എഴുതിയിരിക്കുന്നത് ബൽറാം അഗ്രവാൾ ആണ്. ഇതിന് താഴെയുള്ള ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്? ഇതൊരു സ്റ്റേജിന് പിറകിലെ ദൃശ്യങ്ങളാണ്. ഒരു നാടകം തുടങ്ങുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പുകളാണ് അല്ലേ? ഈ ചിത്രത്തിൽ നമുക്ക് കുറച്ച് കുട്ടികളെയും ഒരു സാറേയും കാണാൻ സാധിക്കുന്നുണ്ട്. കുട്ടികള് സ്റ്റേജ് സെറ്റ് ചെയ്യാണ്. ഇതിലൊരു ആൺകുട്ടി സ്റ്റൂളിൽ ഇരുന്നു കൊണ്ട് കർട്ടൻ വലിക്കുന്നതായിട്ട് കാണാം. വേറെ 2 ആൺകുട്ടികള് ചേർന്ന് ഒരു ബെഞ്ച് പൊക്കിക്കൊണ്ടുപോകുന്നത് കാണാം. വേറൊരു ആൺകുട്ടി കണ്ണാടി നോക്കുന്നുണ്ട്. കൂടാതെ ഒരു സാറ് പെൺകുട്ടിക്ക് എന്തോ കടലാസ് കൊടുക്കുന്നുണ്ട്. അവൾ അത് നോക്കിയിട്ട് അനൗൺസ് ചെയ്യാണ്. എല്ലാ നാടകം തുടങ്ങുന്നതിന് മുമ്പും ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകാറില്ലേ? ഇവിടെ ഈ കുട്ടി എന്താണ് അനൗൺസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. प्रिय दर्शकों, कक्षा 7B द्वारा प्रस्तुत कर लिया जा रहा है बलराम अग्रवाल का बाल एकांगी जरूरी ഖുറാക്ക്. പ്രിയ ദർശകോം, പ്രിയപ്പെട്ട, ദർശകോം പ്രേക്ഷകരെ, കാണികളെ. പ്രിയ ദർശകോം പ്രിയപ്പെട്ട കാണികളെ അല്ലെങ്കിൽ പ്രേക്ഷകരെ. കക്ഷ 7B द्वारा प्रस्तुत कर लिया जा रहा है. കക്ഷ ക്ലാസ് 7B 7B കക്ഷ 7B 7B ക്ലാസ് द्वारा प्रस्तुत कर लिया जा रहा है. പ്രസ്തുത കർണ അവതരിപ്പിക്കുക. 7B ക്ലാസ് അവതരിപ്പിക്കുന്ന ബൽറാം അഗ്രവാൾ കാ ബാൽ ഏകാംഗി ജറൂരി ഖുറാക്ക്. ബൽറാം അഗ്രവാൾ കാ, ബൽറാം അഗ്രവാളിന്റെ, ബാൽ ഏകാംഗി ബാല ഏകാംഗ നാടകം, ജറൂരി ഖുറാക്ക് ബൽറാം അഗ്രവാളിന്റെ ബാല ഏകാംഗ നാടകമായ ജറൂരി ഖുറാക്ക്. ഈ അനൗൺസ്മെന്റിൽ കുട്ടി എന്തൊക്കെയാണ് പറയുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ അല്ലെങ്കിൽ കാണികളെ. ഇനി ഈ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത് 7B ക്ലാസ് അവതരിപ്പിക്കുന്ന ബൽറാം അഗ്രവാളിന്റെ ബാല ഏകാംഗ നാടകമായ ജറൂരി ഖുറാക്ക്. പാഠത്തിലേക്ക് കടക്കാം. അടുത്ത പേജിൽ ഒരു ബോക്സിൽ 2 ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ ചോദ്യം, ചിത്രമേം ക്യാ ക്യാ ഹോ രഹേ ഹെ. ചിത്രം, ചിത്രമേം ചിത്രത്തിൽ, ക്യാ ക്യാ ഹോ രഹേ ഹെ ക്യാ ക്യാ എന്തൊക്കെയാണ്, ഹോ രഹേ ഹെ സംഭവിക്കുന്നത്. ചിത്രമേം ക്യാ ക്യാ ഹോ രഹേ ഹെ ചിത്രത്തില് എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. മുകളിൽ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതൊരു വീടിന്റെ ഡ്രോയിങ് റൂമിലെ ദൃശ്യങ്ങളാണ്. ഇതില് 2 കുട്ടികൾ ചേർന്ന് TV കാണാണ്. ഒരു ആൺകുട്ടി സോഫയിൽ കിടന്നിട്ട് TV കാണാണ്. പെൺകുട്ടി ഇരുന്ന് TV കാണാണ്. കൂടാതെ വേറൊരു ആൺകുട്ടി വന്നിട്ട് മേശപ്പുറത്തുനിന്ന് റിമോട്ട് എടുത്ത് ചാനൽ മാറ്റാൻ നോക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, ആപ്കോ കോൺസാ കാര്യക്രം പസന്ത് ഹെ. ആപ്കോ, ആപ് നിങ്ങൾ, ആപ്കോ നിങ്ങൾക്ക്, കോൺസാ ഏത്, കാര്യക്രം പ്രോഗ്രാം അല്ലെങ്കിൽ പരിപാടി, പസന്ത് ഹെ പസന്ത് ഇഷ്ടം, നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമാണ് ഇഷ്ടം. കൂട്ടുകാർക്ക് TV-യിൽ കാണാൻ ഇഷ്ടമുള്ള പ്രോഗ്രാം ഏതാണ്?
എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. താഴെ പാത്ര, പാത്ര എന്ന് വെച്ചാൽ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ്. നമുക്ക് ഈ ഏകാംഗ നാടകത്തിലെ കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ലഡ്ക ഏക്, ലഡ്ക ആൺകുട്ടി, ലഡ്ക ഏക് ഒന്നാമത്തെ ആൺകുട്ടി. അവൻ 2 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഹിന്ദി സമാചാർ പത്ര ഏക് തഥാ അങ്കിത്. സമാചാർ പത്ര ന്യൂസ് പേപ്പർ, ഒന്നാമത്തെ ഹിന്ദി ന്യൂസ് പേപ്പറായിട്ടും അങ്കിതായിട്ടും അഭിനയിക്കുന്നത് ഒന്നാമത്തെ ആൺകുട്ടിയാണ്. ലഡ്കി ഏക്, ലഡ്കി പെൺകുട്ടി, ഒന്നാമത്തെ പെൺകുട്ടി. അവളും 2 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഹിന്ദി സമാചാർ പത്ര ദോ തഥാ ശിവാനി. രണ്ടാമത്തെ ഹിന്ദി ന്യൂസ് പേപ്പറായിട്ടും ശിവാനി ആയിട്ടും അഭിനയിക്കുന്നത് അവളാണ്. അടുത്തത് ലഡ്ക ദോ, രണ്ടാമത്തെ ആൺകുട്ടി. അംഗ്രേസി സമാചാർ പത്ര തഥാ ശുഭം. അംഗ്രേസി ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറായിട്ടും ശുഭമായിട്ടും അഭിനയിക്കുന്നത് രണ്ടാമത്തെ ആൺകുട്ടിയാണ്. അടുത്തത് ലഡ്കി ദോ, രണ്ടാമത്തെ പെൺകുട്ടി. ടെലിവിഷൻ സമാചാർ വാചിക, ടെലിവിഷൻ ടി വി, സമാചാർ വാർത്ത, വാചിക വായിക്കുന്ന ആൾ. രണ്ടാമത്തെ പെൺകുട്ടി ടി വിയിൽ ന്യൂസ് വായിക്കുന്ന ആളായിട്ടാണ് അഭിനയിക്കുന്നത്. അതുകൂടാതെ മമ്മി അമ്മ, പാപ്പ അച്ഛൻ എന്നിവരാണ് ഈ ഏകാംഗ നാടകത്തിലെ കഥാപാത്രങ്ങൾ. ഇനി നമ്മൾക്ക് സീൻ എന്താണെന്ന് വായിച്ചു നോക്കാം. घर के ड्राइंग रूम में बैठे अंकित और शिवानी टेलीविजन में कोई कार्यक्रम देख रहे हैं. घर വീട്, घर के ड्राइंग रूम में, ड्राइंग रूम ड्राइंग रूम, വീട്ടിലെ ഡ്രോയിങ് റൂമിൽ बैठे ഇരുന്നുകൊണ്ട്, अंकित और शिवानी अंकिതും ശിവാനിയും, ടെലിവിഷൻ में ടെലിവിഷൻ टीवी, टेलीविजन में टीवीയിൽ, कोई कार्यक्रम देख रहे हैं कोई ഏതോ, കാര്യക്രം പ്രോഗ്രാം, ദേഖ് രഹേ ഹെ കാണുകയാണ്. വീട്ടിലെ ഡ്രോയിങ് റൂമിൽ ഇരുന്നു കൊണ്ട് അങ്കിതും ശിവാനിയും ടിവിയിൽ ഏതോ പ്രോഗ്രാം കാണുകയാണ്. बाहर से शुभम आता है और मेज पर से रिमोट उड़ाकर टेलीविजन का चैनल बदलने लगता है. बाहर से പുറത്തു നിന്നും, ശുഭം ആത്താ ഹെ ആരാ വരുന്നത്? ശുഭം. പുറത്തു നിന്നും ശുഭം വന്നിട്ട് മേസ് पर से रिमोट उड़ाकर टेलीविजन का चैनल बदलने लगता है. മേസ് മേശ, മേസ് पर से മേശപ്പുറത്ത് നിന്നും, റിമോട്ട് ഉടാക്കർ റിമോട്ട് റിമോട്ട്, ഉടാക്കർ എടുത്തിട്ട്, ടെലിവിഷൻ കാ ചാനൽ ബദൽനെ ലഗ്താ ഹെ, ബദൽനെ ലഗ്താ ഹെ മാറ്റാൻ തുടങ്ങി. പുറത്തു നിന്നും ശുഭം വന്നിട്ട് മേശപ്പുറത്തു നിന്നും റിമോട്ട് എടുത്ത് ടിവിയുടെ ചാനൽ മാറ്റാൻ തുടങ്ങി. अंकित और शिवानी उस पर चिल्ला उठते हैं. अंकिതും ശിവാനിയും ഉസ് പർ അവനോട്, ചില്ലാ ഉടുത്തേ ഹെ ചില്ലാന അലറുക, അങ്കിതും ശിവാനിയും അവനെ ചീത്ത വിളിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ അവനോട് അലറാൻ തുടങ്ങി. अंकित और शिवानी एक साथ चीखते हैं ശുഭം. അങ്കിതും ശിവാനിയും ഏക് സാത്ത് ഒരുമിച്ച്, ചീഖത്തെ ഹെ അലറി, ശുഭം. അങ്കിതും ശിവാനിയും ശുഭം എന്ന് വിളിച്ച് അലറാൻ തുടങ്ങി. ശുഭം ക്യാ ഹുവാ? ശുഭം എന്തു പറ്റി? ശിവാനി ഹുവാ തേരാ സിർ, തേരാ നിന്റെ, സിർ തല, നിന്റെ തല. हम लोग जब पहले से ही टॉम एंड जेरी देख रहे हैं तो तू चैनल क्यों बदल रहा है? हम दो लोग, हम ഞങ്ങൾ, दो लोग രണ്ടുപേരും, ഞങ്ങൾ രണ്ടുപേരും, जब पहले से ही ആദ്യമേ തന്നെ, ടോം ആൻഡ് ജെറി ദേഖ് രഹേ ഹെ ടോം ആൻഡ് ജെറി ആണ് കാണുന്നത്. तो तू ചാനൽ ക്യോं ബദൽ രഹാ ഹെ? ചാനൽ ബദൽന ചാനൽ മാറ്റുക, പിന്നെ നീ എന്തിനാണ് വന്ന് ചാനൽ മാറ്റുന്നത്? ഞങ്ങൾ രണ്ടുപേരും ആദ്യമേ ടോം ആൻഡ് ജെറി ആണ് കാണുന്നത്, പിന്നെ നീ എന്തിനാ വന്ന് ചാനൽ മാറ്റുന്നത്? ശുഭം ഇസ്ലിയേ കി എന്തുകൊണ്ടെന്നാൽ,
തും ലോഗോങ്കോ നിങ്ങൾക്ക്, കബി കബി വല്ലപ്പോഴും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും, യഹ് ബി ജാൻ ലേനാ ചാഹിയേ ഇതും അറിയേണ്ടതായുണ്ട്. ജാൻ ലേനാ ചാഹിയേ അറിയേണ്ടതായുണ്ട്. എന്ത്? ബാക്കി ദുനിയാമേം ക്യാ ക്യാ ഹോ രഹേ ഹെ ലോകത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വല്ലപ്പോഴെങ്കിലും ഇതും അറിയേണ്ടതായുണ്ട്, ഈ ലോകത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന്. അങ്കിത് ഉൻ സബ് കേ ലിയേ തൂ തോ ഹേ നാ മേരെ ഭായ്. ഉൻ സബ് കേ ലിയേ അതിനൊക്കെ വേണ്ടി, തൂ തോ ഹേ നാ നീയില്ലേ, മേരെ ഭായ് എന്റെ സഹോദര, അതിനൊക്കെ വേണ്ടി നീയില്ലേ എന്റെ സഹോദര. തൂ അഖ്ബാർ പഠിക്കർ ഹമേ ബതാ ദിയാ കർ. തൂ നീ അഖ്ബാർ പഠിക്കർ, അഖ്ബാർ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ പത്രം, പത്രം വായിച്ചിട്ട്, ഹമേ ബതാ ദിയാ കർ ഹമേ ഞങ്ങൾക്ക്, ബതാ ദിയാ കർ പറഞ്ഞുതാ, നീ പത്രം വായിച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ശിവാനി ഹാ और अब अच्छे बच्चे की तरह टॉम एंड जेरी लगा दे या रिमोट हमें पकड़ा और बाहर का रास्ता नाप. हाँ അതുതന്നെ. और अब अच्छे बच्चे की तरह ഇപ്പോൾ ഇനി അച്ഛേ ബച്ചേ കി തര നല്ല കുട്ടിയായിട്ട്, ടോം ആൻഡ് ജെറി ലഗാതെ ടോം ആൻഡ് ജെറി വെച്ചതാ, യാ അല്ലെങ്കിൽ റിമോട്ട് ഹമേ പകടാം റിമോട്ട് ഞങ്ങൾക്ക് താ, और बाहर का रास्ता नाप എന്നിട്ട് പുറത്തേക്ക് പോ. ഇനി നല്ല കുട്ടിയായിട്ട് ഞങ്ങൾക്ക് ടോം ആൻഡ് ജെറി വെച്ചതാ അല്ലെങ്കിൽ ഞങ്ങൾക്ക് റിമോട്ട് താ എന്നിട്ട് പുറത്തേക്ക് പോയിക്കോ. ശുഭം कभी कभी न्यूज या डिस्कवरी या दूसरे चैनल भी देखते रहना चाहिए. कभी कभी വല്ലപ്പോഴും, ന്യൂസ് യാ ഡിസ്കവറി യാ ദൂസരെ ചാനൽ ബി ന്യൂസ് ചാനലോ ഡിസ്കവറി ചാനലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലോ, ദേഖത്തെ രഹനാ ചാഹിയേ ദേഖത്തെ രഹനാ ചാഹിയേ കാണേണ്ടതായുണ്ട്. വല്ലപ്പോഴും ന്യൂസ് ചാനലോ ഡിസ്കവറി ചാനലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലോ കാണേണ്ടതായുണ്ട്. ഇവിടെ ശുഭം പറയാണ്, എപ്പോഴും ഇങ്ങനെ കാർട്ടൂൺ ചാനൽ കാണാതെ വല്ലപ്പോഴും ന്യൂസ് ചാനലോ ഡിസ്കവറി ചാനലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലോ നിങ്ങൾ കാണണം. അങ്കിത് ദൂസരെ ചാനൽ മൈ ഫുട്ട്. ദൂസരെ ചാനൽ വേറെ ചാനൽ. മൈ ഫുട്ട്, മൈ ഫുട്ട് എന്നത് ഇംഗ്ലീഷിലെ ഒരു ശൈലിയാണ്. ദൂസരെ ചാനൽ മൈ ഫുട്ട് എന്നതിലൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഒരു കാരണവശാലും വേറെ ചാനൽ വെക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഈ ചാനൽ മാറ്റി വേറെ ചാനൽ വെക്കാൻ പോകുന്നില്ല. ലിഖായി പढ़ाई से धक्के मेरे दिमाग को टॉम एंड जेरी या कार्टून चैनल के अलावा दूसरा कुछ चाहिए ही नहीं. ലിഖായി പढ़ाई എഴുത്തും വായനയും, സേ ധക്കെ കൊണ്ട്, ധക്കെ ക്ഷീണിച്ച, ലിഖായി പढ़ाई സേ ധക്കെ എഴുത്തും വായനയും കൊണ്ട് ക്ഷീണിച്ച, മേരെ ദിമാഗ് കോ ദിമാഗ് തലച്ചോറ്, എന്റെ തലച്ചോറിന്, ടോം ആൻഡ് ജെറി യാ കാർട്ടൂൺ ചാനൽ കെ അലാവ ടോം ആൻഡ് ജെറി അല്ലെങ്കിൽ കാർട്ടൂൺ ചാനൽ കെ അലാവ അല്ലാതെ, ടോം ആൻഡ് ജെറിയോ കാർട്ടൂൺ ചാനലോ അല്ലാതെ, ദൂസരാ കുച്ച് ചാഹിയേ ഹി നഹി വേറൊന്നും വേണ്ടേ വേണ്ട. അതായത് എഴുത്തും വായനയും കൊണ്ട് അല്ലെങ്കിൽ പഠിച്ച് ക്ഷീണിച്ച എന്റെ തലച്ചോറിന് ടോം ആൻഡ് ജെറിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാർട്ടൂണോ അല്ലാതെ വേറെ ഒന്നും കാണാൻ താല്പര്യമില്ല. शुभम यानी कि तुम्हें उस खुराक की जरूरत है जो पापा ने कल मम्मी को पिलाई थी. यानी कि അതായത്, തുമേ നിനക്ക്, ഉസ് ഖുറാക്ക് की जरूरत है ഖുറാക്ക് ഡോസ്, ജറൂറത്ത് ആവശ്യം, അതായത് നിനക്കും ആ ഡോസിന്റെ ആവശ്യമുണ്ട്. ജോ പാപ്പാനെ കൽ മമ്മിക്കോ പിലായി ഥി. ജോ ഏതാണോ, പാപ്പാനെ അച്ഛൻ, കൽ ഇന്നലെ, മമ്മിക്കോ പിലായി ഥി അമ്മയെ കുടിപ്പിച്ചത്, പിലാന കുടിപ്പിക്കുക. ഇവിടെ ശുഭം പറയാണ്, അതായത് നിനക്കും ആ ഡോസിന്റെ ആവശ്യമുണ്ട്, ഏതാണോ ഇന്നലെ അച്ഛൻ അമ്മയ്ക്ക് കൊടുത്തത്. ഇവിടെ മമ്മിക്കോ പിലാന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മയ്ക്കൊരു പാഠം പഠിപ്പിക്കുക അല്ലെങ്കിൽ അമ്മയ്ക്കൊരു ഡോസ് കൊടുക്കുക എന്ന മീനിങ്ങിലാണ്.
अंकित और शिवानी आश्चर्य से एक साथ. मम्मी को ഖുറാക്ക്. അങ്കിതും ശിവാനിയും ആശ്ചര്യത്തോടെ एक साथ ഒരുമിച്ച്. അങ്കിതും ശിവാനിയും ആശ്ചര്യത്തോടെ ഒരുമിച്ച് ചോദിച്ചു, അല്ലെങ്കിൽ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് ചോദിച്ചു. മമ്മിക്കോ ഖുറാക്ക്. അമ്മയ്ക്ക് ഡോസ് കൊടുത്തുന്നോ? ശുഭം. ഹാ. ശുഭം. അതെ. ശിവാനി. ഖുൽക്കർ ബത്താന. ഖുൽക്കർ വ്യക്തമായി അല്ലെങ്കിൽ തെളിച്ച്. ബത്താന പറയൂ. ശിവാനി പറയാണ്, ഒന്ന് തെളിച്ച് പറ. ശുഭം. ഖുൽക്കർ വ്യക്തമായി പറയാനോ? ലോ സുനോ, എന്നാൽ കേട്ടോ. പ്രകാശ് വ്യവസ്ഥ के माध्यम से दृश्य बदलता है. പ്രകാശ് വ്യവസ്ഥ ലൈറ്റിന്റെ സെറ്റിംഗ് അല്ലെങ്കിൽ ലൈറ്റിന്റെ ക്രമീകരണം. के माध्यम से അതിനനുസരിച്ച്. ദൃശ്യ ബദൽത്താ ഹെ ദൃശ്യം മാറുന്നു. ലൈറ്റിന്റെ സെറ്റിംഗ്സിനനുസരിച്ച് ദൃശ്യം മാറുന്നു. ഇനി നമ്മൾ അടുത്ത സീനിലേക്കാണ് കിടക്കുന്നത്. सोफे पर बैठी मम्मी कोई टीवी सीरियल देखने में मस्त है और बीच बीच में कभी गुस्से के तो कभी प्रसन्नता के भाव दिखाती है, जिससे पता चलता है कि वह सीरियल को विभोर होकर देख रही है. सोफे पर बैठी मम्मी, सोफेल ഇരുന്നു കൊണ്ട് അമ്മ, कोई टीवी सीरियल देखने में मस्त है, कोई ഏതോ टीवी सीरियल देखने में मस्त है. മസ്ത് ആസ്വദിക്കുക, മുഴുകുക എന്നൊക്കെയാണ് അർത്ഥം. സോഫയിൽ ഇരുന്നു കൊണ്ട് അമ്മ ഏതോ TV സീരിയൽ കണ്ട് ആസ്വദിക്കുകയാണ്, അല്ലെങ്കിൽ TV സീരിയൽ കണ്ട് മുഴുകിയിരിക്കുകയാണ്. और बीच बीच में കൂടാതെ बीच बीच में ഇടയ്ക്കിടയ്ക്ക്, കബി ഗുസ്സേക്കെ ചിലപ്പം ദേഷ്യത്തിന്റെ, तो कभी प्रसन्नता के भाव दिखाती है മറ്റു ചിലപ്പോ സന്തോഷത്തിന്റെയും ഭാവങ്ങൾ കാണിക്കുന്നു. जिससे पता चलता है कि वह सीरियल को विभोर होकर देख रही है. जिससे അതിൽ നിന്നും, पता चलता है कि അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. वह सीरियल को विभोर होकर देख रही है. അവർ സീരിയൽ വിഭോർ ഹോക്കർ ലയിച്ചിരുന്നാണ് കാണുന്നത് എന്ന്. അമ്മന്റെ മുഖത്ത് വരുന്ന ഈ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അമ്മ എത്രത്തോളം ലയിച്ചിരുന്നാണ് ഈ സീരിയൽ കാണുന്നത് എന്ന്. ഇവിടെ അമ്മ സോഫയിൽ ഇരുന്നു കൊണ്ട് ഏതോ TV സീരിയൽ കാണാണ്. TV സീരിയൽ കാണുന്നതിനനുസരിച്ച് അമ്മയുടെ മുഖത്ത് പലതരത്തിലുള്ള ഭാവങ്ങൾ വരുന്നുണ്ട്. ചിലപ്പം സന്തോഷത്തിന്റെ ആയിരിക്കും, ചിലപ്പം ദേഷ്യത്തിന്റെ ആയിരിക്കും. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അമ്മ എത്രത്തോളം ലയിച്ചിരുന്നാണ് ആ സീരിയൽ കാണുന്നതെന്ന്. കൂട്ടുകാരുടെ വീട്ടിലെ അവസ്ഥയും ഇത് തന്നെയല്ലേ? നമ്മുടെ അമ്മമാരും എത്രത്തോളം ലയിച്ചിരുന്നാണ് സീരിയൽ കാണാറുള്ളത് അല്ലേ? അടുത്ത വരി നോക്കാം. യേ സാരാ ദൃശ്യ മൗൻപൂർവക ചൽ രഹാ ഹെ. യഹ് ഈ സാരാ ദൃശ്യ ഈ മുഴുവൻ ദൃശ്യവും മൗൻപൂർവക ചൽ രഹാ ഹെ നിശബ്ദമായാണ് നടക്കുന്നത്. ഈ മുഴുവൻ ദൃശ്യവും നല്ല സൈലന്റ് ആയിട്ട്, നല്ല നിശബ്ദമായാണ് നടക്കുന്നത്. ഒരു ബഹളവുമില്ല. हिंदी समाचार पत्र एक के रूप में लड़का एक बोलता हुआ मंच पर एक ओर से दूसरी ओर गुजर जाता है. ഹിന്ദി ന്യൂസ് പേപ്പർ ഒന്നായിട്ട്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഹിന്ദി ന്യൂസ് പേപ്പർ ആയിട്ട്, കെ രൂപമേ എന്ന് വെച്ചാൽ രൂപത്തിൽ എന്നാണ് അർത്ഥം. ഒന്നാമത്തെ ഹിന്ദി ന്യൂസ് പേപ്പറിന്റെ രൂപത്തിൽ, ലഡ്ക ഏക് ഒന്നാമത്തെ ആൺകുട്ടി, ബോൽത്താ ഹുവ സംസാരിച്ചുകൊണ്ട്, മഞ്ച് വേദി അല്ലെങ്കിൽ സ്റ്റേജ്, മഞ്ച് പർ സ്റ്റേജിൽ, ഏക് ഓർ സെ ഓർ എന്ന് വെച്ചാൽ വശം, ഭാഗം എന്നൊക്കെയാണ് അർത്ഥം. ഏക് ഓർ സെ ദൂസരി ഓർ ഒരു ഭാഗത്ത് നിന്നും രണ്ടാമത്തെ ഭാഗത്തേക്ക്, ഗുസർ ജാത്താ ഹെ കടന്നുപോകുന്നു. ഒന്നാമത്തെ ഹിന്ദി ന്യൂസ് പേപ്പറിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ആയിട്ട്, ഒന്നാമത്തെ ഹിന്ദി ന്യൂസ് പേപ്പർ ആയിട്ട് ഒന്നാമത്തെ ആൺകുട്ടി സംസാരിച്ചുകൊണ്ട് വേദിയുടെ ഒരു ഭാഗത്തു നിന്നും രണ്ടാമത്തെ ഭാഗത്തേക്ക് കടന്നുപോകുന്നു. ലഡ്ക ഏക് ഒന്നാമത്തെ ആൺകുട്ടി. അതായത് ഹിന്ദി സമാചാർ പത്രം, ഹിന്ദി ന്യൂസ് പേപ്പറിലുള്ള ന്യൂസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ജപ്പാൻ മേം ജബർദസ്ത് ഭൂകമ്പ്. ജപ്പാനിൽ ജബർദസ്ത് ശക്തമായ, സ്ട്രോങ് ആയ, ഭൂകമ്പ് ഭൂമികുലുക്കം. ജപ്പാനില് ശക്തമായ ഭൂമികുലുക്കം. ഹസാരോം ലോഗോं की मौत. ഹസാർ ആയിരം, ലോഗോं की ആളുകളുടെ, മൗത്ത് മരണം.
ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു. കരോഡോം കി സമ്പത്തി കാ നുക്സാൻ, കരോഡോം കോടികള്, സമ്പത്തി സമ്പത്ത്, കാ നുക്സാൻ നുക്സാൻ നഷ്ടം, കോടികളുടെ നഷ്ടം, കോടിക്കണക്കിന് സമ്പത്തിന്റെ നഷ്ടം. अंग्रेजी समाचार पत्र के रूप में लड़का दो बोलता हुआ मंच पर दूसरी ओर से पहली ओर को गुजर जाता है. अंग्रेजी समाचार पत्र ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കെ രൂപമേം ആയിട്ട് അല്ലെങ്കിൽ രൂപത്തിൽ, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിന്റെ രൂപത്തിൽ ലഡ്കാ ദോ രണ്ടാമത്തെ ആൺകുട്ടി, ബോൾത്താ ഹുവ സംസാരിച്ചുകൊണ്ട്, മഞ്ച് പർ വേദിയിൽ, ദൂസരി ഓർ സെ രണ്ടാമത്തെ ഭാഗത്തു നിന്നും, പെഹലി ഓർക്കോ ഒന്നാമത്തെ ഭാഗത്തേക്ക്, ഗുസർ ജാത്താ ഹെ കടന്നുപോകുന്നു. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആയിട്ട് രണ്ടാമത്തെ ആൺകുട്ടി വേദിയുടെ രണ്ടാമത്തെ ഭാഗത്തു നിന്നും ആദ്യത്തെ ഭാഗത്തേക്ക് സംസാരിച്ചുകൊണ്ട് കടന്നുപോകുന്നു. ഇനി നമ്മൾക്ക് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ കൊടുത്തിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വായിച്ചു നോക്കാം. ലഡ്ക ദോ രണ്ടാമത്തെ ആൺകുട്ടി, അവൻ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. മാസീവ് എർത്തുക്വേക്ക് ഹിറ്റ് ജപ്പാൻ. മാസീവ് ശക്തമായ, എർത്തുക്വേക്ക് ഭൂമികുലുക്കം അല്ലെങ്കിൽ ഭൂകമ്പം, ഹിറ്റ് ജപ്പാൻ. മാസീവ് എർത്തുക്വേക്ക് ഹിറ്റ് ജപ്പാൻ, ജപ്പാനില് അതിശക്തമായ ഭൂകമ്പം. അബൌട്ട് 400 people are dead and 500 missing. അബൌട്ട് ഏകദേശം, 400 people 400 ആളുകൾ, ആർ ഡെഡ് മരിച്ചു, ആൻഡ് 500 missing 500ഓളം ആളുകളെ കാണാനില്ല. ഹെവി ലോസ് ഓഫ് നാഷണൽ പ്രോപ്പർട്ടി. ഹെവി കനത്ത, ലോസ് നഷ്ടം, ഓഫ് നാഷണൽ പ്രോപ്പർട്ടി രാജ്യത്തിന്റെ സമ്പത്ത്. ഹെവി ലോസ് ഓഫ് നാഷണൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് വൻ സാമ്പത്തിക നഷ്ടം. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ കൊടുത്തിരിക്കുന്ന ന്യൂസ് ഇപ്രകാരമാണ്. ജപ്പാനില് അതിശക്തമായ ഭൂകമ്പം, ഏകദേശം 400ഓളം ആൾക്കാർ മരിച്ചുപോയി, 500ഓളം ആളുകളെ കാണാനില്ല, രാജ്യത്തിന് വൻ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ പേജിന്റെ മുകളിൽ ഒരു ചിത്രമുണ്ട്, ഒരു ടിവിയുടെ ചിത്രമുണ്ട്. ടിവിയിൽ ന്യൂസ് ചാനലാണ് വെച്ചിരിക്കുന്നത്. അതിൽ അതിന്റെ റിപ്പോർട്ടർ ഈ ഭൂകമ്പത്തിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് പറയുന്നത്, ലൈവ് റിപ്പോർട്ട് ചെയ്യാണ്. നമുക്ക് ഈ ചിത്രത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ജപ്പാനിൽ നടന്നിരിക്കുന്ന ഭൂകമ്പം എത്രത്തോളം ശക്തമാണ്, അതിന്റെ തീവ്രത എത്രത്തോളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരുപാട് കെട്ടിടം തകർന്ന് വീണ് കിടക്കുന്നുണ്ട്, ഒരുപാട് വാഹനങ്ങൾ തകർന്നു കിടക്കുന്നുണ്ട്, കൂടാതെ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ട് കാണാം. അവര് മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. കൂടാതെ ഈ ഭൂമികുലുക്കത്തിൽ ഒരുപാട് പേർക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾ മിസ്സിംഗ് ആയിട്ടുണ്ട്, കാണാതായിട്ടുണ്ട്, ഒരുപാട് ആളുകളെ കാണാതായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒരു ഭൂമികുലുക്കത്തിന്റെ അനന്തരഫലങ്ങൾ എന്ന് പറയുന്നത്. हिंदी समाचार पत्र दो के रूप में लड़की एक बोलती हुई मंच के निचले सिरे से ऊपरी सिरे की ओर गुजर जाती है. हिंदी समाचार पत्र दो के रूप में രണ്ടാമത്തെ ഹിന്ദി ന്യൂസ് പേപ്പർ ആയിട്ട് ലഡ്കി ഏക് ഒന്നാമത്തെ പെൺകുട്ടി, ബോൽത്തി ഹുയി സംസാരിച്ചുകൊണ്ട്, ഇവിടെ ലഡ്കി സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് ബോൽത്തി ഹുയി എന്ന് വന്നത്. മഞ്ച് കെ സ്റ്റേജിന്റെ, നിച്ചലെ സീരേസെ നിച്ചലെ താഴെ, നിച്ചലെ സീരേസെ താഴത്തെ അറ്റത്ത് നിന്നും, ഊപ്പരി സീരേക്ക് ഓർ മുകളിലെ അറ്റത്തേക്ക്, ഗുസർ ജാത്തി ഹെ കടന്നുപോകുന്നു. ഇതില് കർത്താവ് ലഡ്കിയാണ്, സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് അവസാനം ഈ വാക്യത്തിന്റെ അവസാനം ഗുസർ ജാത്തി ഹെ എന്ന് വന്നത്. രണ്ടാമത്തെ ഹിന്ദി ന്യൂസ് പേപ്പർ ആയിട്ട് ഒന്നാമത്തെ പെൺകുട്ടി സംസാരിച്ചുകൊണ്ട് വേദിയുടെ താഴത്തെ അറ്റത്തു നിന്നും മുകളിലെ അറ്റത്തേക്ക് കടന്നുപോകുന്നു. ഇതില് ഓരോ കഥാപാത്രങ്ങളുടെയും ദിശയെക്കുറിച്ചിട്ട്, അവരെങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലഡ്കി ഏക് ഒന്നാമത്തെ പെൺകുട്ടി, അവള് രണ്ടാമത്തെ ഹിന്ദി ന്യൂസ് പേപ്പറിലുള്ള ന്യൂസാണ് വായിക്കുന്നത്. आज सुबह लगभग 5 बजे जापान का टोक्यो शहर जबरदस्त भूकंप के कारण तबाह हो गया है. आज सुबह ഇന്ന് രാവിലെ, ലഗ്ഭഗ് 5 ബജെ ഏകദേശം 5 മണിക്ക്, ജപ്പാൻ കാ ജപ്പാനിലെ, ടോക്യോ ഷഹർ ടോക്യോ നഗരം, ജബർദസ്ത്
അതിശക്തമായ, അതിതീവ്രമായ എന്നൊക്കെയാണ് അർത്ഥം. ഭൂകമ്പ കെ കാരൺ, ഭൂകമ്പം അല്ലെങ്കിൽ ഭൂമികുലുക്കം കാരണം. തബാഹ് ഹോ ഗയാ ഹെ, തബാഹ് ഹോന നാശനഷ്ടങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ നശിച്ചു പോവുക എന്നൊക്കെയാണ് അർത്ഥം. ഇന്ന് രാവിലെ ഏകദേശം 5 മണിക്ക് ജപ്പാനിലെ ടോക്കിയോ നഗരം, ജപ്പാന്റെ തലസ്ഥാന നഗരമാണ് ടോക്കിയോ, അവിടെ ജബർദസ്ത് ഭൂകമ്പ്, അതിശക്തമായ ഭൂകമ്പം കാരണം വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കിത്നി ഹി ഇമാരത്തേം ജമീൻ മേം ദംസ് ഗയി ഹെ, കിത്നി ഹി എത്ര അല്ലെങ്കിൽ എത്രത്തോളം, ഇമാരത്തേം കെട്ടിടങ്ങള്, ജമീൻ മേം മണ്ണിൽ, ദംസ് ഗയി ഹെ താഴ്ന്നുപോയി, എത്ര കെട്ടിടങ്ങളാണ് മണ്ണിലേക്ക് താഴ്ന്നുപോയത്. ഹസാരോം ലോഗ് മൽബെ കെ നീച്ചെ ദബേ പടേ ഹെ, ഹസാർ 1000, ഹസാരോം ലോഗ് ആയിരക്കണക്കിന് ആളുകള്, മൽബെ കെ നീച്ചെ ഈ കെട്ടിടങ്ങളുടെ മറ്റും അവശിഷ്ടങ്ങളുടെ താഴെ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾക്കടിയില്, ദബേ പടേ ഹെ പെട്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകള് ഈ കെട്ടിടങ്ങളുടെ മറ്റും അവശിഷ്ടങ്ങളുടെ അടിയിൽ പെട്ടിരിക്കുകയാണ്. ഇസി ബീച്ച് പാപ്പാ കാ മഞ്ച് പർ പ്രവേശ്, ഇസി ബീച്ച് ഇതിനിടയ്ക്ക്, പാപ്പാ കാ അച്ഛന്റെ, മഞ്ച് പർ പ്രവേശ് സ്റ്റേജിൽ പ്രവേശനം, ഇതിനിടയ്ക്ക് അച്ഛൻ സ്റ്റേജിലേക്ക് പ്രവേശിക്കുകയാണ്. कोने में रखे टेलीविजन के सामने रखी मेज पर से रिमोट उड़ाकर ചാനൽ बदलने लगते हैं. कोने में रखे ഒരു മൂലക്കില് വച്ചിട്ടുള്ള, ടെലിവിഷൻ കെ സാമനെ രഖി ടെലിവിഷന്റെ മുന്നിലുള്ള, മേസ് പർസെ മേസ് മേശ, മേസ് പർസെ മേശപ്പുറത്ത് നിന്നും, റിമോട്ട് ഉടാക്കർ റിമോട്ട് എടുത്തിട്ട്, ചാനൽ ബദൽനെ ലഗ്തേ ഹെ ചാനൽ മാറ്റാൻ തുടങ്ങി. ഇതിനിടയ്ക്കാണ് അച്ഛൻ വേദിയിലേക്ക് അല്ലെങ്കിൽ ഈ സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നത്. അദ്ദേഹം വന്നപടി എന്താ ചെയ്യുന്നത്, ഒരു മൂലക്കിലുള്ള ടെലിവിഷന്റെ മുന്നിൽ വെച്ചിട്ടുള്ള മേശപ്പുറത്ത് നിന്ന് റിമോട്ട് എടുത്തിട്ട് ചാനൽ മാറ്റാൻ തുടങ്ങി. മമ്മി ഹക്ക് ബക്കാക്കർ ഗുസ്സേമേ, ഹക്ക് ബക്കാക്കർ ശബ്ദമിടറിക്കൊണ്ട്, ഗുസ്സേമേ ദേഷ്യത്തില്, അരേ അരേ യേ ക്യാ കർ രഹേ ഹേ, അല്ല നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്. അമ്മ സീരിയൽ നല്ലോണം മുഴുകിയിരുന്ന് കാണായിരുന്നു. അപ്പോഴാണ് അച്ഛൻ പെട്ടെന്ന് വന്ന് ചാനൽ മാറ്റിയത്. അത് അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ അമ്മ അച്ഛനോട് ദേഷ്യം പിടിച്ചുകൊണ്ട് ചോദിക്കാണ്, അല്ല നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന്. പാപ്പ ന്യൂസ് ചാനൽ പർ ലഗാ രഹാ ഹൂം, അപ്പൊ അച്ഛൻ മറുപടി പറയാണ്, ഞാൻ ന്യൂസ് ചാനൽ വെക്കാണ്. മമ്മി ഹേ ഭഗവാൻ, എന്റെ ദൈവമേ, മനോരഞ്ജൻ ചാനലോ സേ ഇതനി ചിഡ് ക്യൂ ഹേ ആപ്കോ, മനോരഞ്ജൻ ചാനൽ എന്റർടൈൻമെന്റ് ചാനൽ അല്ലെങ്കിൽ വിനോദത്തിനുള്ള ചാനലുകൾ, എന്റർടൈൻമെന്റ് ചാനലുകളോട് ഇതനി ചിഡ് ക്യൂ ഹേ ആപ്കോ ഇത്ര ദേഷ്യം അല്ലെങ്കിൽ വെറുപ്പ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക്. ചിഡ് ദേഷ്യം അല്ലെങ്കിൽ വെറുപ്പ്. ഇവിടെ അമ്മ അച്ഛനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ എന്റർടൈൻമെന്റ് ചാനലുകളോട് ഇത്രയ്ക്കും വെറുപ്പ് എന്തുകൊണ്ടാണ്. പാപ്പ റിമോട്ട് സേ ചാനൽ ബദൽത്തെ ഹുയേ, അച്ഛൻ റിമോട്ടില് ചാനൽ മാറ്റിക്കൊണ്ട് പറഞ്ഞു. നിട്ടല്ല നക്കാര और बुद्धिहीन बना डालने वाले चैनलों को मनोरंजन चैनल समझना, पता नहीं कब छोड़ोगी तुम. നിട്ടല്ല അലസന്മാര്, നക്കാര ഒന്നിനും കൊള്ളാത്ത, और बुद्धिहीन ബുദ്ധിയില്ലാത്ത, ബനാ ഡാൽനെ വാലെ ചാനലോं को ആക്കി മാറ്റുന്ന ചാനലുകളെ, മനോരഞ്ജൻ ചാനൽ സമജ്ന എന്റർടൈൻമെന്റ് ചാനൽ ആയിട്ട് കാണുന്നത്, പതാ നഹി കബ് ചോടോങ്കി തും ഇനി നീ എപ്പോഴാണ് നിർത്താൻ പോകുന്നത്. ചോടന ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നിർത്തുക. ഇവിടെ അച്ഛൻ അമ്മേനോട് ചോദിക്കുകയാണ്, ആളുകളെ അലസന്മാരും ഒന്നിനും കൊള്ളാത്തവരും ബുദ്ധിയില്ലാത്തവരും ഒക്കെ ആക്കി മാറ്റുന്ന ചാനലുകളെ എന്റർടൈൻമെന്റ് ചാനലായി കാണുന്നത് നീ ഇനി എന്നാണ് നിർത്താൻ പോകുന്നത് എന്ന്. അച്ഛന്റെ അഭിപ്രായത്തില് കാർട്ടൂണും സീരിയലൊക്കെ കാണുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല, ദോഷം മാത്രമേ ഉള്ളൂ എന്നാണ്. മമ്മി 51 पर लगावो, न्यूज चैनल 50 के बाद ही है सारे, नाश कर दिया सारे सीरियल का. അമ്മ പറയാണ്, 51 पर लगावो 51ാമത്തെ ചാനൽ വെച്ചോളൂ, ലഗാവോ വെച്ചോളൂ, ന്യൂസ് ചാനൽ 50 के बाद ही है सारे, സാരെ എല്ലാ, ബാദ് ശേഷം, എല്ലാ ന്യൂസ് ചാനലും
50 ശേഷമാണുള്ളത്. നാശ് കർ ദിയ സാരേ സീരിയൽ കാ. നാശ് കർണ നശിപ്പിക്കുക, സാരേ സീരിയൽ സാരേ മുഴുവൻ, സീരിയൽ സീരിയൽ എല്ലാ സീരിയലുകളെയും നശിപ്പിച്ചു. അമ്മ ഇവിടെ അച്ഛനോട് പറയാണ് 51ാമത് ചാനൽ വെച്ചോളാൻ. കാരണം എല്ലാ ന്യൂസ് ചാനലും 50 ശേഷമാണുള്ളത്. അമ്മ നല്ലതുപോലെ ലയിച്ചിരുന്ന് സീരിയൽ കാണുമായിരുന്നു. അച്ഛൻ പെട്ടെന്ന് വന്ന് ചാനൽ മാറ്റി. അത് അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ ഇത്തിരി ദേഷ്യത്തിൽ പറയാണ്, നാശ് കർ ദിയ സാരേ സീരിയൽ കാ. നിങ്ങൾ ഞാൻ സീരിയൽ കാണുന്നതെല്ലാം നശിപ്പിച്ചു. പാപ്പ ന്യൂസ് ചാനൽ पर पहुंच जाते हैं. അച്ഛൻ ന്യൂസ് ചാനൽ വെച്ചു. समाचार वाचिका. पूरे टोक्यो शहर में बिजली की सप्लाई ठप पड़ गई है और टावर्स टूट गए हैं, जिसके कारण शहर का संपर्क बाकी जगहों से खत्म हो गया है. इस भूकंप की तीव्रता रिक्टर पैमाने पर 7.1 मापी गई. जापान में पिछले माह भी भूकंप आया था. समाचार वाचिക ന്യൂസ് റീഡർ. ന്യൂസ് റീഡർ വായിക്കുന്ന ന്യൂസ് നോക്കാം. പൂരേ ടോക്യോ ഷഹർ മേം മുഴുവൻ ടോക്യോ നഗരത്തിലും, ബിജലിക്ക് സപ്ലൈ വൈദ്യുതിയുടെ വിതരണം, ടപ്പ് പടുകയി ഹെ പൂർണ്ണമായും നിലച്ചിട്ടുണ്ട്, ഔർ ടവേഴ്സ് ടൂട്ട് ഗയി ഹെ ടവേഴ്സ് ടവറുകൾ, കൂടാതെ ടവറുകൾ ടൂട്ട് ഗയേ ഹെ പൊട്ടിപ്പോയിട്ടുണ്ട്. ജിസ്കെ കാരൺ ഷഹർ കാ സമ്പർക്ക് ബാക്കി ജഗഹോं से खत्म हो गया है. ജിസ്കെ കാരൺ അതുമൂലം അല്ലെങ്കിൽ അത് കാരണം, ഷഹർ കാ സമ്പർക്ക് ബാക്കി ജഗഹോं से खत्म हो गया है ഈ നഗരത്തിന് മറ്റ് സ്ഥലങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ബന്ധം പൂർണ്ണമായും നിലച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇസ് ഭൂകമ്പ की तीव्रता रिक्टर पैमाने पर 7.1 മാപ്പി ഗയി. ഇസ് ഭൂകമ്പ की तीव्रता ഈ ഭൂകമ്പത്തിന്റെ തീവ്രത, റിക്ടർ पैमाने पर पैमाने സ്കെയിൽ, റിക്ടർ സ്കെയിലില്. ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്ന ഉപകരണമാണ് സിസ്മോഗ്രാഫ്. ഇതിൽ എത്രത്തോളം തീവ്രത കൂടിയ അല്ലെങ്കിൽ ശക്തമായ ഭൂകമ്പമാണ് എന്ന് രേഖപ്പെടുത്തുന്ന യൂണിറ്റിനെയാണ് റിക്ടർ സ്കെയിൽ എന്ന് പറയുന്നത്. റിക്ടർ സ്കെയിലിൽ സാധാരണ 1 തൊട്ട് 10 വരെയുള്ള ഭൂകമ്പങ്ങളാണ് രേഖപ്പെടുത്താറുള്ളത്. ഇതിൽ 3 തൊട്ട് 3.9 വരെ തീവ്രതയുള്ള ഭൂകമ്പങ്ങളെ നമ്മൾക്ക് അനുഭവപ്പെടുകയുള്ളൂ. കൂടാതെ ഇവ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയുമില്ല. 6 മുതൽ 6.9 വരെ അല്ലെങ്കിൽ അതിനു മുകളിലോ ഉള്ള ഭൂകമ്പങ്ങൾ അതിശക്തമായതാണ്. ഇവ നമ്മളുടെ ജീവന് തന്നെ ഭീഷണിയാണ്. കൂടാതെ ഇവ നമ്മൾക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ജപ്പാനിലെ ടോക്കിയോ നഗരത്തിൽ ഉണ്ടായ ഭൂകമ്പത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ മാർക്ക് ചെയ്തത് 7.1 ആണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഊഹിക്കാമല്ലോ ഇത് എത്രത്തോളം ശക്തമായ ഭൂകമ്പമാണെന്ന്. മാപ്പി ഗയി എന്ന് വെച്ചാൽ അളന്നത്. ജപ്പാൻ മേം പിछले माह भी भूकंप आया था. പിछലെ കഴിഞ്ഞ, മാഹ് മാസം. ജപ്പാനില് കഴിഞ്ഞ മാസവും ഇതേപോലെ ഭൂമികുലുക്കം വന്നിട്ടുണ്ട്. ഈ ന്യൂസിൽ പറയുന്നത് ഇപ്രകാരമാണ്. മുഴുവൻ ടോക്കിയോ നഗരത്തിലും വൈദ്യുതിയുടെ വിതരണം പൂർണ്ണമായും നിലച്ചിട്ടുണ്ട്. ടവറുകൾ പൊട്ടിയത് കാരണം ഈ നഗരത്തിന് മറ്റ് സ്ഥലങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഈ ഭൂകമ്പത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 7.1 ആണ് മാർക്ക് ചെയ്തത്. ജപ്പാനില് കഴിഞ്ഞ മാസം ഇതുപോലെ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് കടലുകളുടെ നടുക്കാണ്. അതായത് ജപ്പാന്റെ 4 ഭാഗത്തും കടലാണ്. അതുകൊണ്ട് അവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാപ്പ മമ്മി സെ സുൻ രഹി ഹോ. അച്ഛൻ അമ്മേനോട് ചോദിക്കുകയാണ്, നീ ഇതെല്ലാം കേൾക്കുന്നില്ലേ? ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം അച്ഛൻ അമ്മേനോട് ചോദിക്കുകയാണ്, നീ ഇതൊക്കെ കേൾക്കുന്നില്ലേ എന്ന്. മമ്മി യഹ് കബ് ഹുവാ. അമ്മ അച്ഛനോട് ചോദിക്കുകയാണ്, ഇതെപ്പോഴാണ് സംഭവിച്ചത്? പാപ്പ घर में 3 अखबार आते हैं, 2 हिंदी के और 1 अंग्रेजी का. तीनों चीख चीख कर सुबह से यह समाचार सुना रहे हैं, लेकिन आप है कि. അച്ഛൻ പറയാണ്, घर में 3 अखबार आते हैं. വീട്ടില് 3 വിധത്തിലുള്ള പത്രങ്ങൾ വരുത്തിക്കുന്നുണ്ട്. 2 हिंदी के और 1 अंग्रेजी का. 2 ഹിന്ദി ന്യൂസ് പേപ്പറും 1 ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും. तीनों चीख चीख कर सुबह से ये समाचार सुना रहे हैं. तीनों മൂന്നും ചീക്ക് ചീക്ക് കർ
അലറിക്കൊണ്ട് അല്ലെങ്കിൽ അലമുറ ഇട്ടുകൊണ്ട്. സുബഹ് സേ രാവിലെ മുതൽ. യഹ് സമാചാർ സുനാ രഹേ ഹെ സമാചാർ വാർത്ത, ഈ വാർത്തയാണ് പറയുന്നത്. ലേക്കിൻ ആപ് ഹേ കി, ലേക്കിൻ പക്ഷേ, ആപ് ഹേ കി നിനക്കാണെങ്കിൽ. ഈ സെന്റൻസ് കംപ്ലീറ്റ് അല്ല. ഇവിടെ അച്ഛൻ ഉദ്ദേശിക്കുന്നത് അമ്മയ്ക്ക് ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല എന്നുള്ള രീതിയിലാണ്. ഇവിടെ അച്ഛൻ പറയാണ്, ഈ വീട്ടില് 3 പത്രങ്ങൾ വരുത്തിക്കുന്നുണ്ട്. 2 ഹിന്ദി ന്യൂസ് പേപ്പറും 1 ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും. 3 ന്യൂസ് പേപ്പറും ഇന്ന് രാവിലെ മുതൽ ഈ വാർത്തയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ നിനക്കാണെങ്കിലോ ഇതൊക്കെ ശ്രദ്ധിക്കാൻ എവിടെയാ സമയം എന്ന് അച്ഛൻ അമ്മേനോട് ചോദിക്കാണ്. മമ്മി ചീക്ക് ചീക്ക് കർ സുനാ രഹേ ഹെ, മുझे तो एक शब्द भी सुनाई नहीं दिया. അപ്പൊ അമ്മ പറയാണ്, ചീക്ക് ചീക്ക് കർ സുനാ രഹേ ഹെ, അലറി അലറി പറയുകയാണ് എന്നോ. മുझे तो एक शब्द भी सुनाई नहीं दिया, പക്ഷേ ഞാനൊരു ശബ്ദവും കേട്ടില്ലല്ലോ. पापा सुबह से शाम तक मनोरंजन में डूबे रहने वाले लोगों को दर्द में डूबे लोगों की चीखें सुनाई नहीं देती रमा जी. सुबह से शाम तक രാവിലെ മുതൽ വൈകുന്നേരം വരെ മനോരഞ്ജൻ മേ ഡൂബേ രഹനെ വാലെ ലോഗ് എന്റർടൈൻമെന്റിൽ മുഴുകിയിരിക്കുന്ന. ഡൂബന മുങ്ങുക എന്നാണ് ശരിക്കുള്ള അർത്ഥം. ഇവിടെ മുഴുകുക എന്നാണ് വരിക. രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ എന്റർടൈൻമെന്റിൽ മുഴുകിയിരിക്കുന്ന ആളുകൾക്ക് ദർദ് മേ ഡൂബേ ലോഗോം കി ചീക്കേം സുനായി നെയ് ദേത്തി, വേദനിക്കുന്ന ആളുകളുടെ ചീക്കേം നിലവിളികള് സുനായി നെയ് ദേത്തി ഒരിക്കലും കേക്കില്ല. ഇവിടെ അമ്മേന്റെ പേരാണ് രമ. അച്ഛൻ അമ്മേനോട് പറയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്റർടൈൻമെന്റിൽ മുഴുകിയിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും വേദനിക്കുന്നവരുടെ നിലവിളികള് കേൾക്കാൻ സാധിക്കില്ല. മമ്മി കേസേ ബാത്തേം കർത്തേ ഹെ, അമ്മ അച്ഛനോട് ചോദിക്കാണ്, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ. പാപ്പ ठीक कह रहा हूं, हाथ से इशारा करके. इतने मोटे मोटे अक्षरों में हेड न्यूज छपी है सभी अखबारों में. आंख उड़ाकर कभी देखती हो अखबार की ओर. ठीक कह रहा हूं, ഞാൻ പറയുന്നത് ശരിയാണ്. ഹാത്ത് സേ ഇഷാര കർക്കെ, ഹാത്ത് കൈ, ഇഷാര ആംഗ്യം, കൈകൊണ്ട് ആംഗ്യം കാണിച്ച്. ഇത്തനെ മോട്ടെ മോട്ടെ അക്ഷരോ മേം ഹെഡ് ന്യൂസ് ചപ്പി ഹെ സബി അഖ്ബാരോ മേം. ഇത്തനെ മോട്ടെ മോട്ടെ ഇത്ര വലിയ വലിയ അക്ഷരോ മേം അക്ഷരങ്ങളില് ഹെഡ് ന്യൂസ് ചപ്പി ഹെ, ഹെഡ് ന്യൂസ് ആയിട്ട് ചപ്പി ഹെ അച്ചടിച്ചിട്ടുണ്ട്. സബി അഖ്ബാരോ മേം എല്ലാ ന്യൂസ് പേപ്പറുകളിലും. ഇത്ര വലിയ വലിയ അക്ഷരത്തില് ഹെഡ് ന്യൂസ് ആയിട്ട് എല്ലാ പത്രങ്ങളിലും അച്ചടിച്ചിട്ടുണ്ട്. ആങ്കുടാക്കർ കബി ദേഖ്തി ഹോ അഖ്ബാർ കി ഓർ. ആങ്കുടാക്കർ കണ്ണു തുറന്ന് എന്നുള്ള രീതിയിലാണ് അർത്ഥം വരിക. കബി ദേഖ്തി ഹോ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ. അഖ്ബാർ കി ഓർ പത്രത്തിന് നേരെ. അച്ഛൻ അമ്മേനോട് ചോദിക്കാണ്, ഞാൻ പറയുന്നത് ശരിയാണ്. ഇത്ര വലിയ വലിയ അക്ഷരങ്ങളിലാണ് ഹെഡ് ന്യൂസ് ആയിട്ട് എല്ലാ പത്രത്തിലും കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അച്ചടിച്ചിരിക്കുന്നത്. ഇതൊക്കെ കാണണമെങ്കിൽ നീ എപ്പോഴെങ്കിലും പത്രം എടുത്ത് നോക്കിയിട്ടുണ്ടോ. മമ്മി घर के कामकाज से फुर्सत मिले तभी तो कोई अखबार देख के पढ़े. घर के कामकाज, കാംകാജ് ജോലികള്, വീട്ടിലെ ജോലികളിൽ നിന്ന്. ഫുർസത്ത് മിലേ, ഫുർസത്ത് വിശ്രമം അല്ലെങ്കിൽ ഒഴിവ്. മിലേ കിട്ടിയാൽ. തബീ തോ കോയി അഖ്ബാർ ദേഖ് കെ പഠേ എന്നാലല്ലേ കോയി ഏതെങ്കിലും, അഖ്ബാർ പത്രം, ദേഖ് കെ പഠേ വായിക്കാൻ പറ്റൂ. അപ്പോൾ അമ്മ തിരിച്ചു പറയാണ്, വീട്ടിലെ ജോലികളിൽ നിന്ന് ഇത്തിരിയെങ്കിലും വിശ്രമം അല്ലെങ്കിൽ ഒഴിവ് കിട്ടിയാലല്ലേ ഏതെങ്കിലും പത്രം എടുത്ത് വായിക്കാൻ പറ്റൂ. പാപ്പ ठीक कहती हो, उल्टे सीधे सीरियल्स तो तुम जैसे घर के काम करते करते देखती रहती हो. ठीक कहती है, നീ പറയുന്നത് ശരിയാണ്. ഉൾട്ടേ സീതേ സീരിയൽസ് തലതിരിഞ്ഞ സീരിയലുകള്. घर के काम करते करते വീട്ടിലെ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ. देखती रहती हो കാണുന്നുണ്ടല്ലോ. അച്ഛൻ പറയാണ്, നീ പറയുന്നത് ശരിയാണ്. ഈ തലതിരിഞ്ഞ സീരിയലുകളൊക്കെ നീ വീട്ടിലെ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ കാണുന്നുണ്ടല്ലോ. मम्मी बस कामकाज में चाहे जितना घटे मनोरंजन के आसपास न फटक जाए घर की औरत. बस മതി, कामकाज में ജോലികള്, चाहे जितना घटे मनोरंजन के आसपास न फटक जाए घर की औरत
വീട്ടിലെ ജോലികൾ എത്ര വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ എന്റർടൈൻമെന്റിന് നേരെ വീട്ടിലെ സ്ത്രീ ഒരിക്കലും തിരിയാൻ പാടില്ല. പാപ്പ, रमा रमा तुम मेरी बात को गलत समझ रही हो. मेरे कहने का मतलब है कि न तो घर के कामकाज में और ना ही अपने मनोरंजन में हमें इस कदर डूब जाना चाहिए कि हम अपने आसपास के लोगों के दुख दर्द देख ही न पाए. അപ്പോൾ അച്ഛൻ പറയാണ്, രമ രമ തും മേരി ബാത്ത് കോ ഗലത് സമജ് രഹി ഹോ. ഗലത് സമജ്ന, തെറ്റിദ്ധരിക്കുക. അച്ഛൻ അമ്മേനോട് പറയാണ്, രമേ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മേരെ കെഹനെ കാ മത്ലബ് ഹെ കി, ഞാൻ എന്താണ് പറഞ്ഞതെന്നാൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്നാൽ, ന തോ ഘർ കെ കാംകാജ് മേം ഓർ നാ ഹി അപ്നെ മനോരഞ്ജൻ മേം. ഘർ കെ കാംകാജ്, വീട്ടുജോലി, വീട്ടുജോലിയിൽ മാത്രമല്ല എന്റർടൈൻമെന്റിലും ഹമേ ഇസ് കദർ ഡൂബ് ജാനാ ചാഹിയേ കി. ഡൂബ് ജാന, ലയിക്കുക, മുഴുകുക. ഇസ് കദർ, ഇത്രയധികം മുഴുകാൻ പാടില്ല. കി, ഹം അപ്നെ ആസ്പാസ് കെ ലോഗോं के दुख दर्द देख ही न पाए. എത്രത്തോളം? ഹം അപ്നെ, നമ്മൾ, നമ്മുടെ, ആസ്പാസ് കെ ലോഗോं के, ചുറ്റുപാടുമുള്ള ആളുകളുടെ, ദുഃഖ് ദർദ്, ദുഃഖവും വേദനയും, ദേഖ് ഹി ന പായെ, കാണാതെ പോവാൻ മാത്രം. അച്ഛൻ എന്താണ് പറയുന്നത്? നമ്മുടെ ചുറ്റുള്ള ആൾക്കാരുടെ ദുഃഖങ്ങളും വേദനയും കാണാതെ പോവാൻ മാത്രം നമ്മൾ വീട്ടുജോലികളിലോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റിലോ മുഴുകാൻ പാടില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. മമ്മി, ഐ എം സോറി. അമ്മ അച്ഛനോട് മാപ്പ് ചോദിക്കുകയാണ്. പാപ്പ, जापान में आज सुबह सैकड़ों लोग मौत के मुंह में समा गए. सैकड़ों लोग लापता है. जान और माल दोनों का नुकसान हुआ है. माना कि जापान एक दूसरा देश है, लेकिन है तो सब मनुष्य ही. അച്ഛൻ പറയാണ്, ജപ്പാൻ മേം ആജ് സുബഹ്, ജപ്പാനില് ഇന്ന് രാവിലെ, സൈക്കഡോ ലോഗ് മൗത്ത് കെ മുഹ് മേം സമാ ഗയേ. മൗത്ത്, മരണം. സൈക്കഡോം ലോഗ്, നൂറുകണക്കിന് ആളുകള്. മൗത്ത് കെ മുഹ് മേം സമാ ഗയേ, മരണത്തിന്റെ വായിലകപ്പെട്ടു. ജപ്പാനിൽ ഇന്ന് രാവിലെ നൂറുകണക്കിന് ആളുകള് മരണത്തിന്റെ വായിലകപ്പെട്ടു, എന്ന് വെച്ചാൽ മരണപ്പെട്ടു. സൈക്കഡോ ലോഗ് ലാപ്പത്ത ഹെ, നൂറുകണക്കിന് ആളുകള് ലാപ്പത്ത, കാണാതായിട്ടുണ്ട്, മിസ്സിംഗ് ആണ്. ജാൻ ഓർ മാൽ ദോനോ കാ നുക്സാൻ ഹുവാ ഹെ. ജാൻ, ജീവൻ, മാൽ, സ്വത്ത് അല്ലെങ്കിൽ ധനം, ദോനോം, രണ്ട്, നുക്സാൻ, നഷ്ടം, ജീവനും സ്വത്തും എല്ലാം രണ്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാനാ കി ജപ്പാൻ एक दूसरा देश है, लेकिन है तो सब मनुष्य ही. ജപ്പാൻ ഒരു വേറെ രാജ്യമാണ് എന്നുള്ള കാര്യം ശരിയാണ്, പക്ഷെ അവിടെയുള്ളതും മനുഷ്യര് തന്നെയല്ലേ. അച്ഛൻ പറയാണ്, ഇന്ന് രാവിലെ ജപ്പാനില് ഉണ്ടായ ഭൂമികുലുക്കത്തില് നൂറുകണക്കിന് ആളുകള് മരണപ്പെട്ടു. നൂറുകണക്കിന് ആൾക്കാര് മിസ്സിംഗ് ആണ്. കൂടാതെ കുറെ പേർക്ക് ജീവനും സ്വത്തും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജപ്പാൻ ഒരു വേറെ രാജ്യമാണ്, പക്ഷെ അവിടെ ഉള്ളതും മനുഷ്യന്മാര് തന്നെയല്ലേ. മമ്മി, ठीक कहते हो. मुझे अपने मनोरंजन तक ही कभी भी सीमित नहीं रहना चाहिए था. അമ്മ പറയാണ്, ठीक कहते हो, നിങ്ങൾ പറയുന്നത് ശരിയാണ്. മുझे अपने मनोरंजन तक ही, എനിക്ക് എന്റെ മനോരഞ്ജൻ തക് ഹി, എന്റർടൈൻമെന്റിൽ മാത്രം, കബി ബി, ഒരിക്കലും, സീമിത് നെഹി രഹന ചാഹിയേത, സീമിത് രഹന എന്ന് വെച്ചാൽ ഒതുങ്ങിക്കൂടുക, ഞാൻ എന്റെ എന്റർടൈൻമെന്റിൽ മാത്രം ഒതുങ്ങിപ്പോവാൻ പാടില്ലായിരുന്നു. പാപ്പ, സിർഫ് തുമേ നഹി, ദർശകോं की ओर इशारा करके हम सभी को. അപ്പോൾ അച്ഛൻ പറയാണ്, സിർഫ് തുമേ നഹി, നീ മാത്രല്ല, അല്ലെങ്കിൽ നിനക്ക് മാത്രല്ല, ദർശകോं की ओर इशारा करके, പ്രേക്ഷകരുടെ നേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഇഷാര കർണ, ചൂണ്ടിക്കാണിക്കുക. ഹം സബീക്കോ, ഞങ്ങൾക്കെല്ലാവർക്കും. ദൃശ്യ സമാപ്ത്. ദൃശ്യ, സീന്, സമാപ്ത്, അവസാനിച്ചു. ഈ ഏകാംഗ നാടകത്തിലൂടെ ലേഖകൻ ഇന്നത്തെ സമൂഹത്തിലെ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസിനുള്ള സ്വാധീനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് നമ്മൾ സീരിയലുകൾക്കും കാർട്ടൂണുകൾക്കും മറ്റ് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസിനും വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്.
ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് നമ്മളെ അവയുടേതായിട്ടുള്ള ഒരു കാൽപ്പനിക ലോകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മളോ ഈ പ്രോഗ്രാംസിൽ മുഴുകിയിരുന്ന് നമ്മൾക്ക് ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിയാതെ പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ലേഖകൻ ഈ ഏകാംഗ നാടകത്തിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ നമ്മൾ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസിൽ മാത്രം ഒതുങ്ങി പോകാതെ മറ്റു പ്രോഗ്രാമുകളും കാണണം. കാരണം നമ്മൾക്ക് ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിയേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരെല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പാഠത്തിലെ പാഠഭാഗ പ്രവർത്തനങ്ങൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.